ഹലോ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു വാഴപ്പിണ്ടിയും അതുപോലെ അതിനകത്തോട്ട് ഉണക്കപ്പയർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കൂട്ടാൻ, ഒരു ഉപ്പേരി അതാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വാഴപ്പിണ്ടി നമുക്കരിയാം. വാഴപ്പിണ്ടി അരിയാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. അതായത് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം, അത് കഴിഞ്ഞിട്ട് നീളത്തിൽ അരിയണം, അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അരിഞ്ഞിരുന്നത്. പക്ഷെ അതിന് ഞാനൊരു എളുപ്പപ്പണി കണ്ടെത്തി. മറ്റൊന്നുമല്ല, പിണ്ടീനെ നേരെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ സവാളയൊക്കെ കൊത്തി 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 അരിയൂലേ, അതുപോലെ ഹൊറിസോണ്ടലായിട്ടല്ല, വെർട്ടിക്കലായിട്ട്, അതായത് മുകളിൽ നിന്ന് താഴത്തോട്ട് ഓരോ ലെയറായിട്ട് ഇങ്ങനെ അരിയുക. അതുപോലെ തിരിച്ച് പിടിച്ചും ഓരോ ലെയറായിട്ട് അരിയാം. അങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂബായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കിട്ടും. അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതങ്ങനെ അരിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞ് വെള്ളത്തിലാണല്ലോ അത് അരിഞ്ഞിട്ടിടുക. അത് അരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ കൈ കൊണ്ട് നല്ല പോലെ ഇങ്ങനെ ഈ തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോലോ അല്ലെങ്കിൽ കമ്പിയോ, പണ്ടൊക്കെ ഒരു മുള്ള് പോലത്തെ ഉള്ള ഒരു വടി കൊണ്ടാണ് ഇതിങ്ങനെ വട്ടം തിരിച്ച് അതിൻ്റെ നൂലൊക്കെ മാറ്റി കളയുന്നത്. അതിന് നൂലല്ല, അതിൻ്റെ ഞാരൊക്കെ മാറ്റി കളയുന്നത്. പക്ഷേ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് വെള്ളത്തിൽ ഈ അരിഞ്ഞ വാഴപ്പിണ്ടിയൊക്കെ അരിഞ്ഞത് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി എടുത്തു കഴിഞ്ഞാൽ, കുറച്ചധികം നേരം ഇങ്ങനെ ഞെരടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഞാരൊക്കെ ഒരു ഉണ്ട പോലെ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോല കൊണ്ട് ജസ്റ്റ് ഒന്ന്, കോല കൊണ്ടോ കമ്പി കൊണ്ടോ, എൻ്റെ കയ്യിൽ അതിലിപ്പോൾ കമ്പി മാത്രമേ ഉണ്ടായിരുന്നു, ചെറിയൊരു കമ്പി ഉണ്ടായിരുന്നുള്ളൂ. ആ കമ്പി കൊണ്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് 1-2 പ്രാവശ്യം കൂടി ഒന്ന് ഇളക്കിയാൽ മതി. അതിൻ്റെ ഞാര് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം അത് ക്ലീനായിട്ട് വേഗം തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ അതൊരു എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിണ്ടി അരിയാനായിട്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ അതരിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത്, പിണ്ടി ആദ്യം കാച്ചും. പിണ്ടി കാച്ചിയിട്ട് അതിനകത്തിട്ട് ഓൾറെഡി വെള്ളമൊന്നും ഒഴിക്കില്ല, കാരണം അതിൽ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മൂടി വയ്ക്കാതെ ലിഡ് മൂടി വയ്ക്കാണ്ടാണ് ഞാനത് വേവിച്ചെടുക്കുക. അത് വേവിക്കുന്നതിൻ്റെ ഇടകൂടെ തന്നെ നമ്മുടെ പയർ വേവിച്ചത്, അധികം വെള്ളമില്ലാതെ വേവിക്കുന്നതാണ് നല്ലത്. പയർ വേവിച്ചത് അതുകളിലിട്ട് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാതെ തന്നെ, വെള്ളം അല്പമെങ്കിലും ഉണ്ടാവും, ഈ പിണ്ടിയിലെ വെള്ളം അല്പം ഇറങ്ങി വരുന്നുണ്ടാവും. ആ ഒരു വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഓപ്പൺ ചെയ്ത് തന്നെ ഒന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിണ്ടിപ്പയർ തോരൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഉപ്പേരി റെഡിയാണ്. അതിൽ പിണ്ടിയുടെ ടേസ്റ്റ് അത്ര രസമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ അതിലെടുക്കുന്ന പയറിൻ്റെ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലെടുക്കുക, അല്ലെങ്കിൽ ഈക്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിണ്ടി കൂടുതൽ നിൽക്കാതെ പയർ കൂടുതൽ നിർത്തിയിട്ട് നിങ്ങളിങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വാഴപ്പിണ്ടി ഇഷ്ടമില്ലാത്തവർക്കും ഇത് വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്